ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 10 ബൈബിൾ ക്വിസ്. ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ ആരാകുന്നു? കള്ളനും കവർച്ചക്കാരനും. ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കുന്നവൻ ആരാണ്? ആടുകളുടെ ഇടയൻ. വാതിൽ കാവൽക്കാരൻ ആർക്കാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്? ആടുകളുടെ ഇടയന്. ആടുകൾ ആരുടെ ശബ്ദം കേൾക്കുന്നു? ആടുകളുടെ ഇടയന്റെ. തന്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നവൻ ആരാണ്? ആടുകളുടെ ഇടയൻ. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം ആടുകളുടെ ഇടയൻ എന്തു ചെയ്യുന്നു? അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ ഇടയനെ എങ്ങനെ അനുഗമിക്കുന്നു? ആടുകൾ ഇടയന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആടുകൾ അന്യന്മാരെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകുന്നത് എന്തുകൊണ്ട്? അന്യന്മാരുടെ ശബ്ദം അറിയായക കൊണ്ട്. തങ്ങളോട് പറഞ്ഞത് ഇന്നതെന്ന് അവർ ഗ്രഹിച്ചില്ല. എന്താണ് അവർ ഗ്രഹിക്കാഞ്ഞത്? യേശു അവരോട് പറഞ്ഞ ഈ സാദൃശ്യം. ആടുകളുടെ വാതിൽ ആരാണ്? യേശു. എനിക്ക് മുൻപേ വന്നവരൊക്കെയും ആരായിരുന്നു എന്നാണ് യേശു പറയുന്നത്? കള്ളന്മാരും കവർച്ചക്കാരും. ആടുകൾ ആരുടെ വാക്കാണ് കേൾക്കാഞ്ഞത്? എനിക്ക് മുൻപേ വന്നവരുടെ. വാതിലാകുന്ന എന്നിലൂടെ കടക്കുന്നവൻ എന്തു പ്രാപിക്കും? എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. വാതിലാകുന്ന എന്നിലൂടെ കടക്കുന്നവർക്ക് യേശു വാഗ്ദാനം ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്തെല്ലാം? എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. കള്ളൻ എന്തിനെല്ലാമാണ് വരുന്നത്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും. കള്ളൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുമ്പോൾ യേശു താൻ എന്തിനു വേണ്ടി വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ എപ്പോഴാണ് ആടുകളെ വിട്ട് ഓടിക്കളയുന്നത്? ചെന്നായ് വരുന്നത് കണ്ട്. ചെന്നായ് വന്ന് ആടുകളെ എന്ത് ചെയ്യുന്നു? ചെന്നായ് അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. ആർക്കാണ് ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തത്? കൂലിക്കാരന്. നല്ല ഇടയനായ ഞാൻ
എന്തുപോലെയാണ് എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നത്? പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ. ആടുകൾക്ക് വേണ്ടി നല്ല ഇടയനായി ഞാൻ കൊടുക്കുന്നതെന്ത്? എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളെ താൻ എന്ത് ചെയ്യേണ്ടതാകുന്നു എന്നാണ് യേശു പറഞ്ഞത്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ തന്റെ ശബ്ദം കേൾക്കുമ്പോൾ എങ്ങനെയായി തീരും എന്നാണ് യേശു പറഞ്ഞത്. ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനും ആകും. എന്റെ ജീവനെ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. ഞാൻ ജീവനെ കൊടുക്കുന്നത് കൊണ്ട്. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ എപ്രകാരം ജീവനെ കൊടുക്കുന്നു, ഞാൻ തന്നെ ജീവനെ കൊടുക്കുന്നു. ജീവനെ എന്ത് ചെയ്യാൻ തനിക്ക് അധികാരമുണ്ട് എന്നാണ് യേശു പറഞ്ഞത്. കൊടുപ്പാനും വീണ്ടും പ്രാപിപ്പാനും. ജീവനെ കൊടുപ്പാനും വീണ്ടും പ്രാപിപ്പാനും തനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന ആരിൽ നിന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? എന്റെ പിതാവിങ്കൽ നിന്ന്. യേശുവിന്റെ ഈ വചന നിമിത്തം ആരുടെ ഇടയിൽ ഭിന്നത ഉണ്ടായി? യഹൂദന്മാരുടെ ഇടയിൽ. ഈ വചന നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. അവരിൽ പലരും പറഞ്ഞതെന്ത്? അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിന്? ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ അനുകൂലിച്ച് സംസാരിച്ച മറ്റു ചിലർ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണ് തുറപ്പാൻ കഴിയുമോ? അനന്തരം യെരുശലേമിൽ എന്ത് ഉത്സവം ആചരിച്ചു? പ്രതിഷ്ഠോത്സവം. യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചത് ഏത് കാലത്തായിരുന്നു? ശീതകാലത്ത്. യേശു എവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യഹൂദന്മാർ യേശുവിനെ വളഞ്ഞത്? ശലോമോന്റെ മണ്ഡപത്തിൽ. നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് യഹൂദന്മാർ യേശുവിനോട് എപ്പോഴാണ് ചോദിച്ചത്? യേശു ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. തന്നെ വിശ്വസിക്കാത്ത യഹൂദന്മാരോട് പിതാവിന്റെ നാമത്തിൽ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ തനിക്ക് എന്താകുന്നു എന്നാണ് യേശു പറയുന്നത്? എനിക്ക് സാക്ഷ്യം ആകുന്നു. യഹൂദന്മാർ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് യേശു പറയുന്നത്? അവർ തന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ. തന്റെ ആടുകളെ കുറിച്ച് യേശു എന്താണ് പറയുന്നത്? എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. തന്റെ ആടുകൾക്ക് യേശു നൽകുന്ന പ്രതിഫലം എന്താണ്? നിത്യജീവൻ. തന്റെ ആടുകൾക്ക് ഒരിക്കലും എന്ത് സംഭവിക്കില്ല എന്നാണ് യേശു പറയുന്നത്? അവ ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല.
ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന് യേശു ആരുടെ മുമ്പിലാണ് പ്രഖ്യാപിച്ചത്? യഹൂദന്മാരുടെ മുൻപാകെ. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു. ഏത് പ്രവൃത്തി നിമിത്തമാണ് എന്നെ കല്ലെറിയുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ യഹൂദന്മാർ നൽകിയ മറുപടി എന്തായിരുന്നു? നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നതും കൊണ്ട്. ദൈവദൂഷണം പറയുന്ന നിമിത്തം എന്നതുകൊണ്ട് യഹൂദന്മാർ എന്താണ് ഉദ്ദേശിച്ചത്? മനുഷ്യനായിരിക്കെ തന്നെ തന്നെ ദൈവം ആക്കുന്നത്. നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നില്ലയോ എന്നാണ് യേശു ചോദിച്ചത്. നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന്. നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് യേശു പഴയ നിയമത്തിലെ ഏത് വാക്യമാണ് ഉദ്ധരിച്ചത്? സങ്കീർത്തനങ്ങൾ 82-ാം അധ്യായം 6-ാം വാക്യം. എങ്ങനെയെങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ എന്നാണ് യേശു പറഞ്ഞത്. ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ചവനോട് നിങ്ങൾ എന്തു പറയുന്നുവോ എന്നാണ് യേശു ചോദിച്ചത്. നീ ദൈവദൂഷണം പറയുന്നു എന്ന്. ഞാൻ എന്തു ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്നാണ് യേശു പറഞ്ഞത്. എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ. നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നാലും എന്തിൽ വിശ്വസിപ്പീൻ? പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നാലും എന്ത് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് ഗ്രഹിച്ച് അറിയേണ്ടതിന്. യഹൂദന്മാർ പിന്നെയും യേശുവിനെ പിടിപ്പാൻ നോക്കിയപ്പോൾ യേശു എന്തു ചെയ്തു? അവൻ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി. യേശുവിനെ പിന്നെയും പിടിപ്പാൻ അവർ നോക്കിയെങ്കിലും അവൻ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി എവിടെ ചെന്ന് പാർത്തു? യോർദാൻ അക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു. അവിടെ യേശുവിനെ കാണാൻ പലരും അവന്റെ അടുക്കൽ വന്നു. അവർ അവനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? യോഹന്നാൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.